കേരളത്തിൽ നിന്ന് ജമ്മുവിലേക്ക് നേരിട്ട് പോകുന്ന ട്രെയിൻ സർവീസിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഹിമസാഗർ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് തൃശ്ശൂരിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. കാഴ്ചകളെല്ലാം അതിമനോഹരം. മനസ്സിന് വളരെ ശാന്തത. കൗതുകകരമായ കാഴ്ചകൾ താണ്ടി ഡൽഹി നിസാമുദ്ദീനിൽ ഞങ്ങൾ ഇറങ്ങി. അതിരാവിലെ പുതുകാഴ്ചകളിലൂടെ ഒരു ചായയും കുടിച്ച് ചരിത്രങ്ങളുറങ്ങുന്ന നിസാമുദ്ദീൻ ഔലിയ, നാസറുദ്ദീൻ ചിരാഗ് ദഹ്ലവി തുടങ്ങിയവരുടെ ദർഗ സന്ദർശന ശേഷം കുത്തുബ് മീനാർ, ഇന്ത്യ ഗേറ്റ്, പാർലമെൻറ്റ്, ഡൽഹി ജുമാ മസ്ജിദ്. കാഴ്ചയിൽ തന്നെ മനസ്സിൽ അഭിമാനം തളിർത്തു. പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾക്ക് ജീവൻ വെച്ചത് ഇവിടെയാണ്. ഡൽഹിയിൽ നിന്നും പഞ്ചാബിലെ സർഹിന്ദിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കത്തിക്കയറുന്ന തണുപ്പും പഞ്ചാബികളുടെയും സർഹിന്ദിൽ വിരുന്നെത്തുന്ന കാശ്മീരികളുടെയും സ്നേഹസ്വീകരണം പൂർത്തിയാക്കാതെ അജ്മീറിലെ ഖാജ തങ്ങളുടെ ദർബാറിൽ എല്ലാ മതവിശ്വാസികളും ഖാജ തങ്ങളുടെ ആശീർവാദത്തിനായി അവിടെ ഉണ്ട്. പ്രാർത്ഥനകളുടെ റോസാപ്പൂക്കൾ വാരിയെറിഞ്ഞ് കവാലിയും നുകർന്ന ശേഷം രാജസ്ഥാനിലെ അനാസാഗർ തടാകത്തിലെ സഞ്ചാരികൾക്കിടയിലൂടെ ഖാജ തങ്ങൾ ഇബാദത്തിനിരുന്ന ചില്ലയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവിടെ 2 മാലാഖ കുട്ടികൾ. वालेकुम सलाम, कैसे कैसे ठीक है, नाम क्या है? साहिबा. अच्छा नाम है साहिबा, माशाअल्लाह. നമ്മുടെ ജീവിതത്തിൽ യാത്ര പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി അത് സഹായകമാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ.